മഹാബലിപുരം അല്ലെങ്കിൽ മാമല്ലപുരം. ചെന്നൈ പോണ്ടിച്ചേരി ഹൈവേയിൽ ബസ്സിറങ്ങി അവിടെ നിന്നും ഒരു ഷെയർ ഓട്ടോയിലാണ് മാമല്ലപുരത്തേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടങ്ങിയത്. ഇവിടെ കണ്ട കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ. ചരിത്രവും വിശകലനവുമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതാവും നല്ലത്. താമസം പച്ചപ്പും ഹരിതാവും നിറഞ്ഞൊരു സ്ഥലത്തായിരുന്നു. ഹോട്ടൽ മഹാബ്സ്. ഹരിതാപം കൂടിയതുകൊണ്ട് തന്നെ AC റൂം നിർബന്ധമായും എടുക്കേണ്ടതാണ്. മഹാബലിപുരത്തിൻ്റെ കാഴ്ചകളിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സ്റ്റേ തന്നെയാണ് ഹോട്ടൽ മഹാബ്സ്. പല കാറ്റഗറിയിലുള്ള റൂംസ് ഇവിടെ അവൈലബിൾ ആണ്. ദിസ് ഈസ് നോട്ട് എ പ്രൊമോഷൻ വീഡിയോ. ഇതാണ് ആ ഡീസൻറ്റ് സ്റ്റേ. ആർഭാടങ്ങളൊന്നുമില്ല, സ്വസ്ഥം, സമാധാനം. നേരെ ഷോർ ടെമ്പിളിലേക്ക്. മോർണിംഗ് വ്യൂ ആഗ്രഹിച്ചു വന്ന ഞങ്ങൾക്ക് ബോണസ് കിട്ടിയതായിരുന്നു ഈ വൈകുന്നേരം. ചരിത്രമുറങ്ങുന്ന കാഴ്ചകൾ. മൊത്തത്തിൽ കളറാണ്. ചുറ്റുമുള്ള മഞ്ഞ വെളിച്ചം ഒന്നുകൂടി കളറാക്കുന്നുണ്ട്. ഏതോ കാലത്തിൻ്റെ മുറിപ്പാടുകൾ ഇന്ന് വരും കാഴ്ചകളാണ്. ആളുകളുടെ തള്ളിക്കയറ്റമോ ബഹളങ്ങളോ ഇല്ല. പീസ്ഫുള്ളായി കുറച്ച് സമയം ചെലവഴിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിവിടം ഇഷ്ടമാവും. ആ ദിവസം അവസാനിച്ചത് ഇവിടെയാണ്. ഹോട്ടൽ ഗുരു. നല്ല ഭക്ഷണം, വീണ്ടും സമാധാനം. തിരിച്ച് ഹോട്ടലിലെത്തിയപ്പോൾ ഒരു ചുമർചിത്രം എന്ന പോലെ തോന്നിയ കാഴ്ചയാണിത്. പിറ്റേന്ന് നേരെ ബീച്ചിലേക്ക്. ഉദയസൂര്യനെ കണ്ട് കുറച്ച് സമയം ചിലവിട്ട ശേഷം ഒരു വട്ടം കൂടെ ഷോർ ടെമ്പിളിലേക്ക്. രാവിലത്തെ കാഴ്ചകൾ കൂടുതൽ ഭംഗിയായി തോന്നി. ചിലപ്പോൾ അതൊരു തോന്നലാവാം. കൊത്തുപണികളിലധികവും വ്യക്തതയില്ലാത്തായിരുന്നു. കാലപ്പഴക്കം കൊണ്ടാവാം. അല്ല, തീറ്റിപ്പോറ്റിയിട്ടില്ല. സൂര്യൻ വില്ലനായി തുടങ്ങിയപ്പോൾ നേരെ അർജുനാസ് പെനൻസിലേക്ക്. സ്റ്റോൺ കാർവിംഗ് വിസ്മരിപ്പിച്ച സ്ഥലം. മഹാഭാരത കഥയിലെ ചില ഭാഗങ്ങളാണ് വലിയ പാറകളിൽ കൊത്തിയെടുത്തിട്ടുള്ളത്. കണ്ടിരിക്കേണ്ടതാണെന്ന് തോന്നി. അത്ഭുതവും അല്പം പേടിയും തോന്നിയ കാഴ്ച. ഈ പാറ എങ്ങാനും ഉരുണ്ടാൽ. യാത്രികൾ ആഘോഷിക്കുന്നുണ്ട്. വീക്കെൻഡ് അല്ലാത്തതിനാൽ ഞങ്ങൾ പോയ ദിവസം തിരക്ക് വളരെ കുറവായിരുന്നു. ഇവിടുത്തെ ഒട്ടുമിക്ക പ്രധാന സ്പോട്ടുകളും അടുത്തടുത്തായതിനാൽ നടന്ന് കാണാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. നല്ല പച്ചപ്പുണ്ടായിരുന്നെങ്കിലും ചൂടിന് ഒരു കുറവുമില്ലായിരുന്നു. കുടയും വെള്ളവും നിർബന്ധമായും എടുക്കേണ്ടതാണ്. ഇവിടെ ധാരാളം ട്രാവൽ ഗൈഡ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്നതിനെക്കുറിച്ചൊക്കെയും വിസ്തരിച്ച് പറഞ്ഞു തരും. മഹാബലിപുരത്തിൻ്റെ വീഡിയോസിൽ ഇങ്ങനൊരു ഷോട്ട് നിങ്ങൾ കണ്ടിരിക്കില്ല. ഇതാണ് രായഗോപുരം. ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഈ ഫോട്ടോ കണ്ട് ഇത് ബാലിയാണോ എന്ന് കുറേ പേർക്ക് സംശയമുണ്ടായിരുന്നു. ഇതിൻ്റെ മുഴുവൻ ഭംഗിയും ക്യാമറയിൽ പകർത്താൻ പലവട്ടം ശ്രമിച്ചിട്ടും സാധിച്ചില്ല. വന്ന് കണ്ടേക്കൂ.
നടന്നു മടുക്കുമ്പോൾ സ്റ്റെപ്സ് കയറുന്നത് നല്ലതായതുകൊണ്ട് 20 രൂപ കൊടുത്ത് ലൈറ്റ് ഹൗസിൽ കയറാം. ഒരു ചേഞ്ച് അനിവാര്യമാണ്. ഫൈനലി ദാറ്റ് വ്യൂ ഈസ് ഓസം. കയറാൻ കുറച്ച് പാടുപെട്ടെങ്കിലും കണ്ട കാഴ്ചകൾ ഏറ്റവും മനോഹരം. ഈ യാത്രയിൽ എന്നും ഓർക്കുന്ന ചില നിമിഷങ്ങൾ. കുറേ മണിക്കൂറുകൾ നീണ്ട നടത്തം അവസാനിച്ചത് ഗുരു ഹോട്ടലിലാണ്. ഒരു മട്ടൻ ബിരിയാണി, 2 മട്ടൻ ചുക്ക, നാട്ടുകോഴി ഫ്രൈ, പൊറോട്ട ആൻഡ് ദാറ്റ് തമിഴ് ടച്ച് രസം. ശുഭം.